രണ്ടാമത്തെ ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് നമുക്ക് ഐലൻഡ് ടൂർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. കറക്റ്റ് സമയത്തിന് അവർ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവിധ സജ്ജീകരണങ്ങളോടും കൂടിയാണ് കൗശിക്കുട്ടൻ പോവാറുള്ളത്. അവൻ്റെ ടോയ്സ് എല്ലാം അവൻ കറക്റ്റായിട്ട് എടുത്ത് വെക്കാറുണ്ട്. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഈ ഐലൻഡിൻ്റെ പേരെന്താണെന്ന് ഞാൻ മറന്നു. ഇത് ഐലൻഡ് ആണോ നാഷണൽ പാർക്കാണോ എന്ന് കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല. 100 ഐലൻഡിൽ പോയി അവസാനം അപ്പം ഇവൻ നീന്തൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഏത് മനുഷ്യനാണെങ്കിലും അങ്ങ് പഠിച്ചു പോകും. കാരണം മൊത്തം വെള്ളത്തിലുള്ള കളിയാണല്ലോ. വൈകുന്നേരമൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു. കുറച്ച് നേരം വെള്ളത്തിൽ കളിച്ചപ്പോൾ തന്നെ അവനക്ക് കിടുങ്ങാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ അതിനുശേഷം നേരെ പിഗ് ഐലൻഡിലേക്കാണ് പോകുന്നത്. കുറേ പന്നികളെ ഒരു ഐലൻഡിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കുഞ്ഞ് സൈസിലുള്ളതുണ്ട്, വലിയ സൈസിലുണ്ട്. അത് കുറേ പേര് വന്ന് ടച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. അങ്ങനെ വലിയ ശല്യമൊന്നുമല്ല, വലിയ ഉപദ്രവമൊന്നും ഇല്ലാത്ത ടൈപ്പാണ് കേട്ടോ. വെള്ളമൊക്കെ കൊടുത്താലൊക്കെ കുടിക്കുന്നുണ്ട്. നല്ല രസമായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ അത്യാവശ്യം എവിടെ പോയാലും അവൻ എവിടുന്നെങ്കിലൊക്കെ കുറേ ഫ്രണ്ട്സിനെ അവൻ കണ്ടുപിടിക്കാറുണ്ട്. അപ്പോൾ ബാക്കി ഐലൻഡിൽ പോയ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ